ബഹ്റിനിലെ ഇന്ത്യൻ സ്കൂൾ സംഘടിപ്പിച്ച 2 ദിവസത്തെ സാംസ്കാരിക മേള മികച്ച കലാപരിപാടികൾ കൊണ്ടും വൻ ജനാവലി കൊണ്ടും ശ്രദ്ധേയമായി. സ്റ്റാർ വിഷന്റെ സഹകരണത്തോടെ ഇസാ ടൗണിലെ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരിപാടി ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി അഹമ്മദ് അൽ ഹൈക്കി, പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ ലുലുവ ഹസൻ അൽ മുഹന്ന, വിദ്യാഭ്യാസ മന്ത്രാലയം റിസ്ക് അസസ്മെന്റ് ആൻഡ് ലീഗൽ അഫയേഴ്സ് ഡയറക്ടർ റീം അബ്ദോയ് അൽ സനായി, ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് ക്യാപ്റ്റൻ ഖുലൂദ് യഹ്യ ഇബ്രാഹിം, ലഫ്റ്റനന്റ് ജനറൽ ഷൈഖ അഹമ്മദ് അൽ ഖലീഫ, ക്യാപിറ്റൽ ഗവർണറേറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഫോളോ അപ്പ് ഡയറക്ടർ യൂസഫ് ലോറി തുടങ്ങിയ ബഹ്റിൻ ഗവൺമെന്റ് പ്രതിനിധികളും പങ്കെടുത്തു. ആദ്യ ദിനത്തിൽ ഗായകൻ വിനീത് ശ്രീനിവാസനും സംഘവും ഒരുക്കിയ സംഗീത പരിപാടി ശ്രദ്ധേയമായി. സമാപന ദിവസത്തോടനുബന്ധിച്ച് ഗായിക ടിയാക്കറും സംഘവും ബോളിവുഡ് ഗാനങ്ങളുമായി ജനസഞ്ചയത്തെ ആകർഷിച്ചു. ഭക്ഷണശാലകൾ ഉൾപ്പെടെ നിരവധി സ്റ്റാളുകളും ഒരുക്കിയിരുന്നു. ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് അധ്യക്ഷ പ്രസംഗം നടത്തി. പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി സ്വാഗതവും സെക്രട്ടറി വി രാജപാണ്ഡ്യൻ നന്ദിയും പറഞ്ഞു. സേതുരാജ് കടയ്ക്കൽ, കെ ജി ബാബുരാജൻ, പമ്പാവാസൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടൊപ്പം സുവനീർ പ്രകാശനവും നടന്നു. ഈ മേളയിൽ നിന്ന് ലഭിക്കുന്ന തുക വിദ്യാർത്ഥികളുടെ പഠന സഹായത്തിനും അധ്യാപകരുടെയും സ്റ്റാഫുകളുടെയും ഉന്നമനത്തിനായി ഉപയോഗിക്കുമെന്നും മേളയെ വൻ വിജയമാക്കുന്നതിൽ സഹകരിച്ച എല്ലാവർക്കും സ്കൂൾ ചെയർമാൻ നന്ദി രേഖപ്പെടുത്തി. മാതൃഭൂമി ന്യൂസ്, ബഹ്റിൻ.